നമ്മൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 കഴിഞ്ഞിരുന്നു. ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്ന പാർട്ട് 4 ആണ്, 4ാമത്തെ ഭാഗമാണ്. നമ്മുടെ SSLC ബയോളജിയിലെ ചാപ്റ്റർ 2 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെ കുറിച്ചിട്ടാണ്. ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു സെല്ലുകൾ കൂടി ചേർന്നിട്ട് ടിഷ്യൂ ഉണ്ടാവും, ടിഷ്യൂസ് കൂടി ചേർന്നിട്ട് ഓർഗൻ ഉണ്ടാവും, ഓർഗൻസ് കൂടി ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഓർഗൻ സിസ്റ്റം ഉണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം, എൻഡോക്രൈൻ സിസ്റ്റം, അതുപോലത്തെ ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥയും, അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ പെരിഫറൽ നാഡീ വ്യവസ്ഥയും. സെൻട്രൽ കേന്ദ്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ വരുന്നത്. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ തലച്ചോറും അതുപോലെ തന്നെ സുഷുമ്നയും അല്ലെങ്കിൽ മസ്തിഷ്കവും സുഷുമ്നയും, ബ്രെയിനും സ്പൈനൽ കോഡും. രണ്ടാമത് വരുന്നത് പെരിഫറൽ നാഡീ വ്യവസ്ഥയാണ്. അതിൽ ക്രാനിയൽ നെർവ്സ്, അതായത് തലച്ചോറിൽ നിന്ന് വരുന്ന ക്രാനിയൽ നെർവ്സ് ഉണ്ട്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന സുഷുമ്ന നാഡികൾ, സ്പൈനൽ നെർവ്സ് വരുന്നുണ്ട്. പിന്നെ റിസപ്റ്റേഴ്സ് ഉണ്ട്. റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അതൊക്കെ റിസപ്റ്റേഴ്സ് ആണ്. അതിലുള്ള സാധനങ്ങളുണ്ട്. അതിൽ ഗ്രാഹികൾ എന്ന് പറയും, അതായത് നമ്മൾക്കുണ്ടാവുന്ന അനുഭവങ്ങളെ നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്രാഹികളാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നെർവ് ഗാംഗ്ലിയ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന നെർവസ് സിസ്റ്റത്തെ കുറിച്ചിട്ട്, മനുഷ്യന്മാരുടെ നെർവസ് സിസ്റ്റത്തെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ആദ്യമായിട്ട് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥയാണ് ആദ്യം പറയുന്നത്. ഓക്കെ, കേന്ദ്ര നാഡീ വ്യവസ്ഥ നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബ്രെയിനും ഉണ്ട്, അതുപോലെ തന്നെ സ്പൈനൽ കോഡും ഉണ്ട്. ഓക്കെ, ബ്രെയിന് അല്ലെങ്കിൽ മസ്തിഷ്കം, സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ആ മസ്തിഷ്കത്തിന്റെ തന്നെ അല്ലെങ്കിൽ ബ്രെയിനിന്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ബ്രെയിനിന്റെ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് സ്പൈനൽ കോഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഭാഗങ്ങൾ എന്നുള്ളത് പഠിക്കണം. എക്സാമിന് ഷുവർ ആയിട്ട് ഇതിന് ചോദ്യങ്ങൾ വരാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ക്രാനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സും നമ്മൾ ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? 12 പേര് ക്രാനിയൽ നെർവ്സ് ഉണ്ട്. ശിരോനാഡികൾ, ശിരസിൽ നിന്ന് വരുന്ന, തലച്ചോറിൽ നിന്ന് വരുന്ന 12 പേരും, സ്പൈനൽ നെർവ്സ് 31 പേരും ഉണ്ട്. ഓക്കെ, സ്പൈനൽ നെർവ്സ് 31 പേരും ഉണ്ട്. നമ്മുടെ സെറിബ്രത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ബ്രെയിനിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്, നമ്മുടെ ലാർജസ്റ്റ് പാർട്ടാണ് സെറിബ്രം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് രണ്ട് ഹെമിസ്ഫിയറുകളായിട്ടാണ്, രണ്ട് അർദ്ധഗോളങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൽ തന്നെ മടക്കുകളും ചുളിവുകളൊക്കെ കാണപ്പെടുന്നുണ്ട്, ഫിഷേഴ്സും ഫോൾഡുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഗ്രേ കളേർഡ് ആയിട്ടുള്ള കോർട്ടെക്സ് ഉണ്ട്. ഓക്കെ, അതിന് ഗ്രേ മാറ്റർ എന്ന് പറയുന്നത്. വൈറ്റ് കളേർഡ് ആയിട്ടുള്ള മെഡുല ഉണ്ട്. അപ്പൊ മെഡുല എവിടെയാണ് കാണപ്പെടുന്നത്, കോർട്ടെക്സ് എവിടെയാണ് കാണപ്പെടുന്നത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച കോട്ട് എവിടെയാണ്? നമ്മൾ പുറത്തല്ലേ? അപ്പൊ മനസ്സിലാക്കുക, കോർട്ടെക്സ് എന്ന് പറഞ്ഞ് പുറത്താണ്, മെഡുല എവിടെയാണ്? ഉള്ളിലാണ്. ഇനി കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ഈ ചോക്കോബാർ ഉണ്ടല്ലോ, ചോക്കോബാർ, നമ്മുടെ ഐസ്ക്രീം, അതിന്റെ ചോക്ലേറ്റിന്റെ ഭാഗം പുറത്തല്ലേ? അതായത് ബ്രൗണിഷ് ആയിട്ടുള്ള ഭാഗം പുറത്തും, ഉള്ളിൽ വന്നിട്ട് എന്താണ്? വൈറ്റ് കളറും അല്ലേ? അങ്ങനെ ആലോചിച്ചാലും മതി. പുറത്ത് ഗ്രേ കളറുള്ള അല്ലെങ്കിൽ ബ്രൗണിഷ് കളറുള്ള, ഗ്രേ കളറുള്ള ഏതായിരുന്നു? പുറത്ത് കോർട്ടെക്സും, ഉള്ളിൽ മെഡുല. ഉള്ളിൽ തന്നിട്ടാ നമ്മുടെ ചോക്കോബാറിന്റെ ഉള്ളിൽ വൈറ്റ് കളറല്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഏറ്റവും വലിയ ഭാഗമാണെന്ന് പറഞ്ഞു. നമ്മുടെ സെറിബെല്ലമാണ് രണ്ടാമത്തെ വലിയ ഭാഗം. ഏറ്റവും വലിയ ഭാഗം സെറിബ്ര എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് അടയാളപ്പെടുത്താനോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഷുവർ ആയിട്ട് ചോദിക്കുന്നതാണ് എക്സാമിന്. അപ്പോൾ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് സെറിബ്രമാണ്. രണ്ടാമത്തെ വലിയ ഭാഗം എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. ഈ സെറിബെല്ലം കാണുന്നത് രണ്ട് ദളങ്ങളായിട്ട്, രണ്ട് ഇതളുകൾ പോലെയായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ ഫിഷേഴ്സും ഗ്രൂവ്സും അല്ലെങ്കിൽ മടക്കുകളും ചാലുകളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതിനെ കുറിച്ചിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ആദ്യം ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് ഈ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമുക്ക് കാണാൻ പറ്റും തലാമസ് ഉണ്ട്, ഹൈപ്പോ തലാമസ് ഉണ്ട്. ഈ ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് താഴെ, കുറവ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഹൈപ്പോന്റെ അർത്ഥം താഴെ അല്ലെങ്കിൽ കുറവ് എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ തലാമസ് ഉണ്ട്, തലാമസിന് താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗത്തിന് നമ്മൾ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്നത്. നമ്മൾ പ്രഷർ ഒക്കെ പറയില്ലേ, രണ്ട് തരത്തിലുള്ള പ്രഷർ ഉണ്ട്. ഹൈപ്പർ പ്രഷറും ഉണ്ട്, ഹൈപ്പോ പ്രഷറും ഉണ്ട്. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുതലാണ്, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറവാണ്. ഇതിൽ തന്നെ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത് താഴെ അല്ലെങ്കിൽ കുറവ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ തലാമസിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത് ഹൈപ്പോ തലാമസ്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകളെല്ലാം തന്നെ നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ്, ബ്രെയിൻ സ്റ്റെം. ഇതിൽ വരുന്നത് മിഡ് ബ്രെയിൻ ഉണ്ട്, പോൺസ് ഉണ്ട്, അതുപോലെ തന്നെ മെഡുല ഒബ്ലാങ്കറ്റ. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ്, യെസ്. ഇനി ഓരോന്നിന്റെയും പ്രത്യേകത, എന്തിനൊക്കെയാണ് ഓരോ പാർട്ടും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഭാഗവും, നമ്മുടെ തലച്ചോറിന്റെ ഓരോ ഭാഗവും എന്താണ് ഇവയുടെ ഫംഗ്ഷൻ, എന്താണ് ധർമ്മങ്ങൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. സെറിബ്രം എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നപരിഹാരം, ആസൂത്രണം അല്ലെങ്കിൽ സെന്റർ ഓഫ് പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ്, മെമ്മറി, ഇന്റലിജൻസ്, തിങ്കിങ് ആൻഡ് ഇമാജിനേഷൻ, ഇതിനൊക്കെ ഒരു കേന്ദ്രമായിട്ട്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നപരിഹാരം, ആസൂത്രണം, ഓർമ്മ, ബുദ്ധി, ചിന്ത, ഭാവന,
ഇതിൻ്റെ ഒക്കെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് സെറിബ്രമാണ്. സെറിബ്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും വലിയ ഭാഗം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻസ് സെറിബ്രം മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ സെറിബ്രം തന്നെയാണ്. വളണ്ടറി മൂവ്മെന്റ് സാധ്യമാക്കുന്നു. ഇപ്പൊ നമ്മൾ വിചാരിക്കണം എനിക്കിപ്പോൾ ഒരു ഗ്ലാസ് എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊരു വളണ്ടറി മൂവ്മെന്റാ. ഓക്കെ, എന്റെ ഇച്ഛയോട് കൂടിയിട്ട്, ഇതിനാണ് നമ്മൾ ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത്. ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് ഉണ്ട്. ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ടല്ല, ലൈക്ക് ഇപ്പോൾ ഹാർട്ട് ബീറ്റ് അനൈച്ഛിക ചലനമാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. ലൈക്ക് ഇപ്പോൾ ഇത് ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്റെ ഫുൾ ഫോക്കസ് കൂടിയാണ്, പക്ഷെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇഫ് ഐ തിങ്ക്, ഞാനത് വിചാരിക്കുകയാണ് എൻ്റെ ഹാർട്ട് ഒരു കുറച്ച് നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ, ഇസ് ഇറ്റ് പോസിബിൾ? നോ, അല്ല, പോസിബിൾ അല്ല. എൻ്റെ ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഹാർട്ട് ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇത് അൺസ്റ്റോപ്പബിൾ ആണ് till I die. രണ്ടാമത് കാര്യം എന്ന് പറഞ്ഞാൽ ലങ്സ്, ഇത് ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പുറത്തോട്ട് പോകുന്നു, ഞാനതൊന്നും അറിയുന്നില്ല, പക്ഷേ ഇതൊരു ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണ്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണ് ഐസ് എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ നോർമലി എൻ്റെ ശ്രദ്ധയോട് കൂടിയിട്ടല്ല, അതൊക്കെ നോർമലി നടക്കുന്നത് വളണ്ടറി മൂവ്മെന്റ്, ഇൻവോളണ്ടറി മൂവ്മെന്റുകളാണ് കേട്ടോ. വളണ്ടറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഇത് വളണ്ടറി മൂവ്മെന്റ് ആണെന്ന് പറയാം. ലൈക്ക് എന്തെങ്കിലും സാധനങ്ങൾക്ക്, ഇപ്പൊ ഞാനിപ്പോൾ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നത്, ഇതൊക്കെ എന്താണ്, ഇറ്റ്സ് ഓൾ വളണ്ടറി മൂവ്മെന്റുകളാണ്. യെസ്, അപ്പോൾ വളണ്ടറി മൂവ്മെന്റ്, ഐച്ഛിക ചലനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം എടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് എടുക്കാനായിട്ട് സഹായിക്കുന്നത് ഈ പറഞ്ഞ സെറിബ്രമാണ്. സെറിബ്രത്തിന്റെ കൺട്രോൾ നമ്മുടെ സെറിബ്രം എന്തെങ്കിലും ഇഷ്യൂസ്, ഡാമേജസ് പറ്റി കഴിഞ്ഞാൽ, എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റുകൾ സംഭവിച്ചെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ സെറിബ്രത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സാധനം ഐച്ഛികമായിട്ട് നമ്മുടെ ശരീരഭാഗത്ത്, എനിക്ക് ഈ ഒരു റിമോട്ട് ഇവിടെ ഇരിക്കുന്ന റിമോട്ടാണെന്ന് വെച്ചോ, എനിക്കത് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വോണ്ട് ബി ഏബിൾ ടു ഡു ദാറ്റ്, ബിക്കോസ് എന്റെ സെറിബ്രം വർക്ക് ചെയ്യുന്നില്ല. സെറിബ്രം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട് സാധനത്തിന് ഇത് എടുക്കാനായിട്ടുള്ള മെസ്സേജസിന്റെ പേശികൾക്ക്, മസിൽസിന് കൊടുക്കാൻ പറ്റുള്ളൂ, അത് കൊടുക്കാനായിട്ട് പറ്റില്ല. മനസ്സിലായല്ലോ? പിന്നെ സെൻസറി എക്സ്പീരിയൻസ്, നമ്മൾ പറഞ്ഞു നാക്ക്, മൂക്ക്, കണ്ണ്, ത്വക്ക്, ചെവി, ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നും ഉളവാകുന്ന ഈ ഇന്ദ്രിയ അനുഭവങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ കാണുക, കേൾക്കുക, സ്മെല് ചെയ്യുക, ഇത്തരത്തിലുള്ള എല്ലാ മെസ്സേജസും മെയിൻ ആയിട്ട് പോകുന്നത് നമ്മുടെ സെറിബ്രത്തിലോട്ടാണ്. അപ്പൊ സെറിബ്രമാണ് ഇതിന്റെ ഒരു ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നത്. അപ്പോൾ അത് ഈ സെറിബ്രത്തിന് എന്തെങ്കിലും ഡാമേജസ് പറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, കാണാൻ പറ്റുന്നുണ്ടാവില്ല, കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല, സ്മെല് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അത് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് സെറിബെല്ലമാണ്. സെറിബെല്ലം പറഞ്ഞു രണ്ടാമത്തെ വലിയ ഭാഗമാണെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ബോഡിയുടെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മുടെ മസിൽസിന്റെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇക്വിലിബ്രിയം നിലനിർത്തുന്നത് നമ്മുടെ സെറിബെല്ലമാണ് കേട്ടോ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിന്റെ തുലന നില കൈവരിക്കാനായിട്ട് സഹായിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ നിൽക്കുന്നത് ഒരു 2 സ്റ്റാൻഡിലല്ലേ, നമ്മുടെ കാലുകൾ എന്ന് പറയുന്ന 2 സ്റ്റാൻഡ് പോലെ സാധനമല്ലേ, അത് നമ്മുടെ സെറിബെല്ലം ഉള്ളതുകൊണ്ടാണ് കറക്റ്റ് ആ സ്റ്റാൻഡിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ഈ ഡ്രസ്സിന്റെ ഷോപ്പിലൊക്കെ ഈ ഇത് വെച്ചിട്ട് കണ്ടിട്ടില്ലേ, നമ്മുടെ മാൻക്യൂൻ എന്ന് പറയുന്നത്, ലൈക്ക് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടൊരു പ്രതിമ പോലെ. ഈ പ്രതിമനെ ചുമ്മാടെ കൊണ്ടുവച്ചിട്ട് അവർ നിൽക്കില്ല, അത് നിൽക്കാൻ പറ്റില്ല, അത് ബാലൻസ് പോകും. പക്ഷെ നമ്മൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതിന് കാരണം സെറിബെല്ലം ഉള്ളത് കൊണ്ടാണ്. ഈ സെറിബെല്ലത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് പറ്റി കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല, നമ്മുടെ തല കറങ്ങി വീഴുകയൊക്കെ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിട്ട്, അതായത് നമ്മുടെ മസിൽസിന്റെ ഒക്കെ ഒരു കോർഡിനേഷന്റെ ഫലമായിട്ടാണ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. ഇനി തലാമസ് എന്താ ചെയ്യുന്നത്, ഒരു റിലേ സ്റ്റേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, മെസ്സേജസിന്റെ റിലേ സ്റ്റേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ് ഒക്കെ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, റിലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ്. ഓക്കെ, സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ അതായത് ഇപ്പൊ നിങ്ങളുടെ ചെവിയിലോട്ട് എന്താണ് കുറേ ശബ്ദങ്ങൾ വരുന്നുണ്ട്, ഇതൊക്കെ എവിടേക്ക് എത്തുന്നുണ്ട്, തലാമസിലോട്ട് എത്തുന്നുണ്ട്. ഓക്കെ, പക്ഷെ തലാമസ് എന്ത് ചെയ്യും, ആവശ്യമുള്ള ആ സൗണ്ടിനെ മാത്രമാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു മനസ്സിലോട്ട് കടത്തിവിടുന്നത്. മനസ്സിലായോ? ബാക്കിയുള്ളതിനൊക്കെ സ്റ്റോപ്പ് ചെയ്യും. ഇപ്പൊ നിങ്ങളിപ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചോ, അപ്പൊ ഇതുവരെ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫാനിന്റെ സൗണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ നിങ്ങൾക്ക് ഫാനിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും, അപ്പുറത്ത് വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും, അപ്പുറത്ത് ആരൊക്കെ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. സോ ഇത് തലാമസ് ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ്, ഇപ്പൊ നമുക്കൊരു സ്ഥലത്ത് വേദനയുണ്ട്, ഒരു മുറിവ് പറ്റി വേദനയുണ്ടെന്ന് വെച്ചോ, ആ വേദനയ്ക്ക് പകരം വേദന ഇല്ലാതാക്കാനായിട്ട് നമ്മൾ പെയിൻ കില്ലർ കഴിക്കും. ഈ പെയിൻ കില്ലർ കഴിക്കുന്ന സമയത്ത് ആക്ച്വലി അവിടെ നിന്ന് വേദന പോവുകയല്ലേ ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യും, തലാമസിൽ ആക്ട് ചെയ്യും. തലാമസിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ആ വേദന എന്ന് പറയുന്ന ഫീലിംഗ് താൽക്കാലികമായിട്ട് സെൻസ് ചെയ്യില്ല, അറിയില്ല. അപ്പൊ അതാണ് ശരിക്കും ആ വേദന മുറിവുണക്കുകയോ വേദന ഇല്ലായ്മ ചെയ്യുകയല്ലോ ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്, വേദനയെ ഗ്രഹിക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്.
ആ സിസ്റ്റത്തിനെ സ്ലോ ഡൗൺ ചെയ്തിട്ട് മയക്കി കെടുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ പെയിൻ കില്ലേഴ്സ് അധികമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല എന്ന് നമുക്ക് അറിയുന്നതാണ്. ഇനി ഹൈപ്പോ തലാമസ് നമ്മൾ പറഞ്ഞിരുന്നു. ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ എന്നാണ് അർത്ഥം വരുന്നത്. തലാമസിന് താഴെയായിട്ടാണ് ഹൈപ്പോ തലാമസ് കാണുന്നത്. നമ്മുടെ ഹോമിയോസ്റ്റേസിസ്, അതായത് ശരീര ഊഷ്മാവ്, നമ്മുടെ ടെമ്പറേച്ചർ നമുക്കറിയാം 37°C ആണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, ഇന്റേണൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അത് നോർമലി എല്ലാവർക്കും ഒരു 37°C ആയിരിക്കും. അതിൽ കൂടുതലാവുന്ന ഫീവർ ആണ്. ഫീവർ ഒരു അസുഖമല്ല, അതൊരു സിംറ്റം ആണ്. അതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് വേറെ ചാപ്റ്ററിൽ. അപ്പോൾ ശരീരോഷ്മാവ്, അതായത് ബോഡി ടെമ്പറേച്ചർ 37°C അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വിശപ്പ്, നമ്മൾ സമയത്തിന് വിശക്കില്ലേ, സമയത്തിന് ആഹാരം കഴിക്കുന്ന, ഉച്ചയ്ക്ക് വിശക്കും, രാവിലെ വിശക്കും, രാത്രി വിശക്കും, അതുപോലെ തന്നെ രാവിലെ ഉണർവ് വരും, രാത്രിയാകുമ്പോൾ ഉറക്കം വരും. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. ഓക്കെ, നിങ്ങൾ റെഗുലർ ആയിട്ട് ഒരു 9 മണിക്കാണ് കിടന്നുറങ്ങാറുണ്ടെങ്കിൽ 9 മണിയാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറക്കം വരും. ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ റെഗുലർ ആയിട്ട് ഒരു 6 മണിക്കാണ് എഴുന്നേൽക്കാറുണ്ടെങ്കിൽ 6 മണിക്ക് നിങ്ങൾ ഉണരും. ഓക്കെ, പക്ഷെ അവിടെ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ടോ, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷെ ഇതിനൊക്കെ സഹായിക്കുന്ന നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ് കേട്ടോ. പിന്നെ ദാഹം, പിന്നെ ഇമോഷൻസ്, വികാരങ്ങൾ, ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്തിട്ട് ആന്തര സമസ്ഥിതി പാലനം അല്ലെങ്കിൽ ഹോമിയോസ്റ്റേസിസ് എന്ന് പറയുന്ന സംഭവം നിലനിർത്തുന്നത് നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈ ബ്രെയിൻ സ്റ്റെമ്മിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രെയിൻ സ്റ്റെമ്മിലുള്ളതാണ് മിഡ് ബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഈ മിഡ് ബ്രെയിനിൽ മെയിനായിട്ട് കാഴ്ചയും കേൾവിയുമായിട്ടുള്ള ബന്ധപ്പെട്ട സന്ദേശങ്ങളെ പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നു. അതാണ് ആദ്യം ചെയ്യുന്നത്. മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഒരു സൗണ്ട് കേട്ടു, നിങ്ങൾ പെട്ടെന്ന് കണ്ണടച്ചുകൊണ്ടാണ് ഈ സൗണ്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരും. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യും, ചികഞ്ഞെടുത്തിട്ട് ഇതായിരിക്കും, ഈ സൗണ്ട് ആയിരിക്കും അല്ലെ, അങ്ങനെ വിചാരിക്കുന്നതാണ്. പെട്ടെന്നൊരു ഹോണ് കേൾക്കുന്ന ശബ്ദങ്ങളിലേക്ക് ഇത് ആ വണ്ടിയുടെ ഹോണാണ് എന്ന് ആദ്യം നമുക്ക് ചിന്ത വരില്ലേ, ആ ചിന്ത വരുന്നത് നമ്മുടെ മിഡ് ബ്രെയിൻ ആണ് കേട്ടോ. നമ്മൾ അകലുന്ന ഒരാളെ കാണുന്ന സമയം നമ്മൾ വിചാരിക്കും ഇത് മറ്റേ അയാളല്ലേ എന്നുള്ള ചിന്ത വരുത്തുന്നത് മിഡ് ബ്രെയിൻ ആണ്. അതിന് ശേഷമാണ് നമ്മൾ അയാളാണെന്നുള്ളത് സ്ഥിരീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ കണ്ണുകളുടെയും പുരികങ്ങളുടെയും ചലനമൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മിഡ് ബ്രെയിൻ ആണ്. ഓക്കെ, ഇതാണ് പോൺസ് എന്ന് പറയുന്നത്. പോൺസ് ആണ് നമ്മുടെ ഈ മസ്കുലർ ആക്ടിവിറ്റീസ് ഓഫ് ദി ഐ ആൻഡ് ഫേസ്, നമ്മുടെ കണ്ണിലും മുഖത്തുമുള്ള പേശികളുടെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോൺസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ ചിലപ്പോൾ കോടുക എന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും അസുഖമൊക്കെ വന്നിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, മിഡിൽ ഓഫ് ബ്ലാങ്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമാണ്. മിഡിൽ ഓഫ് ബ്ലാങ്കറ്റ് നമ്മൾ പറയില്ലേ, അവൻ്റെ മിഡിൽ ഓഫ് ബ്ലാങ്കറ്റ് കടിയിട്ട് അവൻ ചത്തു എന്നൊക്കെ പറയില്ലേ. ബിക്കോസ് കൺട്രോൾ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ്, നമ്മുടെ ശ്വാസോച്ഛ്വാസം, അതുപോലെ തന്നെ ഹൃദയമിടിപ്പ്, ഛർദി, ചുമ, തുമ്മൽ, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മിഡിൽ ഓഫ് ബ്ലാങ്കറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ അല്ല, എന്തെങ്കിലും കുട്ടികൾ വീഴുക എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, സ്കൂളിലോ വീട്ടിലോ, അപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡോക്ടർ ചോദിക്കും ഛർദി വല്ലതും ഉണ്ടായോ, വോമിറ്റിംഗ് അങ്ങനെ ഉണ്ടായിരുന്നോ. അതിൻ്റെ അർത്ഥം എന്തുട്ടാ, വോമിറ്റിംഗ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത്തിരി ഡേഞ്ചറാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുട്ടാ, വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ എന്തിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മുടെ മിഡിൽ ഓഫ് ബ്ലാങ്കറ്റിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ, ഇത്രയും പഠിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ബ്രെയിന്, അതുപോലെ തന്നെ സ്പൈനൽ കോഡ്. ബ്രെയിനിന്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് നമ്മുടെ സ്പൈനൽ കോഡിന് ഉണ്ടെന്ന് പറഞ്ഞു. സ്പൈനൽ കോഡിൽ നിന്ന് കുറെ സ്പൈനൽ നെർവ്സ് പഠിക്കുന്നുണ്ട്. ഐ മീൻ സ്പൈനൽ നെർവ്സ് കുറെ പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ ഹയർ ക്ലാസ്സുകളിലൊക്കെ BSc ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. ഓരോ ബ്രാഞ്ചിനും ഓരോ പേരുകൾ ഉണ്ടെന്നൊക്കെ പഠിക്കും. അപ്പോൾ നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത് സ്പൈനൽ കോഡിനെ പറ്റിയിട്ടാണ് കേട്ടോ. സ്പൈനൽ കോഡ്, ഓക്കെ, സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ള എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്തിനാണ്, നമ്മുടെ നട്ടലിൻ്റെ ഉള്ളിലാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ സുഷുമ്ന എന്നാണ് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് മെസ്സേജസ് ടു ആൻഡ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി ബോഡി ആൻഡ് ബ്രെയിൻ. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെസ്സേജസ് എവിടേക്ക് എത്തിക്കുന്നു, ബ്രെയിനിലോട്ട് എത്തിക്കുകയും ബ്രെയിനിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് മെസ്സേജസ് ഒക്കെ കൊണ്ടുപോകുന്നതിന് മെയിൻ ആയിട്ടുള്ള കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ സുഷുമ്നയാണ്. ഓക്കെ, സ്പൈനൽ കോഡാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സെൻട്രൽ കനാൽ കണ്ടോ, സെൻട്രൽ കനാൽ ഉണ്ട്. അതുപോലെ തന്നെ ഡോർസൽ റൂട്ട് ഉണ്ട്, വെൻട്രൽ റൂട്ട് ഉണ്ട്. ഓക്കെ, അതായത് സംവേദ നാഡിയുണ്ട്, അതുപോലെ തന്നെ പ്രേരക നാഡിയുണ്ട്. ഇത് എന്താണെന്നുള്ളത് പറയാം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഡോർസൽ റൂട്ട് ഒന്ന് നോക്കിക്കേ. ഇതിൽ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും പറഞ്ഞിരുന്നില്ല ബ്രെയിൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു പുറത്താണ് ഗ്രേ മാറ്റർ, ഉള്ളിലാണ് വൈറ്റ് മാറ്റർ. എന്തിനെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നേ, നമ്മുടെ എന്തായിരുന്നു ഐസ്ക്രീമാ, ചോക്കോബാറിനല്ലേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ്. സ്പൈനൽ കോഡ് പഠിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, വൈറ്റ് ഭാഗം പുറത്താണ്, ഗ്രേ ഭാഗം ഉള്ളിലാണ്. അത് പഠിക്കണം കേട്ടോ, നേരെ റിവേഴ്സ് ആണ്. ബ്രെയിന് പഠിക്കുന്ന സമയത്ത് ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ചോക്കോബാർ ആലോചിക്കുക, ബ്രൗണിഷ് ഭാഗം, ബ്രൗൺ അല്ല, ഗ്രേ ഭാഗം പുറത്ത്, ഉള്ളിൽ വെള്ള ഭാഗമാണ് വരുന്നത്, വൈറ്റ് മാറ്റർ ആണ്. ഓക്കെ, സോ ഇവിടെ ഡോർസൽ റൂട്ടും ഉണ്ട്, അതുപോലെ തന്നെ വെൻട്രൽ റൂട്ടും ഉണ്ട്.
ഡോർസൽ റൂട്ട് എന്താ ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ദ മെസ്സേജസ് ടു ദി സ്പൈനൽ കോഡ്. അതായത് ഡോർസലാണ് സ്പൈനൽ കോഡിലോട്ട് മെസ്സേജസിന് കൊണ്ടുപോകുന്നത്. വെൻട്രൽ റൂട്ട് എന്താ ചെയ്യുന്നത്? സ്പൈനൽ കോഡിൽ നിന്ന് നേരെ പുറത്തേക്ക്, അതായത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് മെസ്സേജസ് കൊണ്ടുപോകുന്നതാണ് വെൻട്രൽ റൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷൻ ആണ് ട്രാൻസ്മിറ്റിംഗ് ഇമ്പൾസസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് അവർ ബോഡി ടു ആൻഡ് ഫ്രോ ദ ബ്രെയിൻ. അതായത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മെസ്സേജസിനെ ബ്രെയിനിലോട്ടും തിരിച്ചും എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ സ്പൈനൽ കോഡാണ്. ഓക്കെ. പിന്നെ ചില റിഫ്ലക്സ് ആക്ഷനുകൾക്ക് നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡാണ്. ഓക്കെ. റിഫ്ലക്സ് ആക്ഷൻ തൊട്ടാ, റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂടുള്ള ഒരു വസ്തുവിൽ തൊട്ടു പെട്ടെന്ന് തന്നെ കൈവലിക്കില്ലേ, അതാണ് റിഫ്ലക്സ് ആക്ഷൻ. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ കുറെ റീൽസ് ഒക്കെ കണ്ടിട്ട് നമുക്ക് പരിചിതമായിരിക്കും. ഏറ്റവും കൂടുതലായിട്ട് റിഫ്ലക്സിലോ ജീവി ഏതാ? നിങ്ങൾക്കറിയാം, പൂച്ചയാണെന്ന് പറയാറുണ്ട്. ഓക്കെ, പൂച്ചയാണോ? മേ ബി നമ്മൾ പറയാറുണ്ട് പൂച്ചയാണ്, ബിക്കോസ് അവർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ട് ചെയ്യും. അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ തൊട്ട് കഴിഞ്ഞ് നമ്മൾ എന്തെയും കൈവലിക്കും. ഇത് റിഫ്ലക്സ് ആക്ഷൻ ആണ്.